ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം. വേറൊന്നുമല്ല, ഇപ്പോൾ ഞാൻ കാറ്റോനാറ്റോയുടെ ഒരു വെയർ ഹൗസിലാണുള്ളത്, ബെൽജിയത്തിൽ. ഇതാ ഇപ്പോൾ ഒരു വണ്ടി റിവേഴ്സ് എടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവനെ എല്ലാം ഓടിച്ചിട്ടാണ് എടുക്കുന്നത്. അത് ബ്ലൈൻഡ് സ്പോട്ടാണ് ഓടിച്ചെടുക്കുന്നത് കേട്ടോ, ഡ്രൈവിംഗ് സൈഡല്ല. അതെങ്ങനെയാണ് സംഭവം കാണിച്ചു തരാം. നിലവിൽ നമ്മളിപ്പോൾ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് റാമ്പിൽ കൊണ്ടിട്ടതാണ്. അവന് കയറ്റേണ്ടതായി 12-ാം നമ്പർ ഡോക്കിലാണ്. സ്ഥലമുണ്ട്, പക്ഷേങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് ഓടിച്ചാണ് കയറ്റുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ അതാ ഈ ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം കണ്ടില്ലേ, അത് പുള്ളി റിവേഴ്സ് ഇട്ട് കണ്ടില്ലേ. പുള്ളിയൊക്കെ പ്രായമായതാണ്, കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കമ്പനിയുടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളത് ആ സൈഡിൽ നിന്നാണ് വരുന്നത്. ആ സൈഡിൽ നിന്ന് വന്നിട്ട് നമുക്ക് എന്താ പറയുക, ഈ സൈഡ് ഓടിച്ച് കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറ്റി ഇട്ടിട്ട് ബ്ലൈൻഡ് സ്പോട്ട് അടിച്ചിട്ട് വേണം റിവേഴ്സ് വെക്കാൻ. ലേശം പണിയാണ്, എന്നാലും നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നോട് നാട്ടിൽ നിന്ന് എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഇങ്ങോട്ടേക്ക് ട്രക്ക് ഡ്രൈവറായിട്ട് വരുമ്പം എക്സ്പീരിയൻസ് ആക്കിയിട്ട് വരണമെന്നുള്ളത്. എന്തുകൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ആക്കിയിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, നമ്മളെന്തായാലും ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് മാക്സിമം എഫേർട്ട് എടുത്ത് പഠിച്ചിട്ട് വരിക. പഠിച്ചിട്ട് വരികയെന്ന് വെച്ചാൽ വണ്ടി ഓടിച്ച് തഴങ്ങി വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും നല്ല കമ്പനിയിലൊക്കെ പോയി റിവേഴ്സ് ടെസ്റ്റൊക്കെ അടിച്ച് നല്ല സാലറിയിലൊക്കെ ജോലി ചെയ്യാം. അതല്ലാതെ നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇവിടെ വന്ന് പണിയെടുക്കാം. കാരണം എനിക്കൊന്നും വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ ക്ലാസ്സിന് പോകേണ്ടി വരും, അല്ലെങ്കിൽ അവർ ഏർപ്പെടുത്തുന്ന ട്രെയിനിങ്ങിന് നമ്മൾ പങ്കെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സിന് വരുന്നത് ഏറെക്കുറെ 60 to 80 യൂറോൻ്റെ അടുത്ത് നമുക്ക് ഒരു ദിവസം നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. ആ ക്ലാസ് ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കറക്റ്റ് നമ്മൾ ക്ലിയർ ആവുന്നവരെ നമ്മൾ എത്ര ക്ലാസ് എടുക്കേണ്ടി വരും എന്നുള്ളതും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും എന്നത്തെയും പോലെ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരിക്കട്ടെ.